അച്ഛനെ കൊല്ലിപ്പിച്ചത് ഞാനാ. മോളെ, ഇനി നീ വേണം ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഇവരെ നോക്കാൻ. നീ ഉഴപ്പാതെ ട്രെയിനിങ് പൂർത്തിയാക്കണം. മിടുക്കിയായിട്ട് വരണം. ആതിര മാത്രമല്ല, ആരാധ്യം ഫിറ്റ്നസ് ഒക്കെ പാസ്സായി സ്വപ്നം കണ്ട ജോലി നേടണം. നിങ്ങൾ ഇങ്ങനെ ജലപാനം പോലും കഴിക്കാതെ കരഞ്ഞു തളർന്നിരുന്ന എങ്ങനെയാ മക്കളെ? ദേ, ഞാൻ ഇച്ചിരി കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട്. വന്ന് കഴിച്ചിട്ട് കിടക്ക് നിങ്ങള്. അമൃതേച്ചി ഈ രാത്രി ലോക്കപ്പിലല്ലേ കിടക്കുന്നത്? അപ്പൊ പിന്നെ ഞങ്ങൾക്ക് എങ്ങനെ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുമോ അപ്പച്ചി? എന്നാ ഇത്തിരി കഞ്ഞി വെള്ളമെങ്കിലും വന്ന് കുടിക്ക്. ഒന്നും കഴിക്കാതെയും കുടിക്കാതെയും ഇങ്ങനെ ഇരുന്നാ ക്ഷീണിച്ച് തല ഇറങ്ങും മക്കളെ. അമൃതേച്ചി ഈ രാത്രി ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. അതോർത്താ ഞങ്ങൾക്ക് ആഹാരം ഇറങ്ങും അപ്പച്ചി. ഈ രാത്രി ഞങ്ങൾ ആരും ഉറങ്ങുന്നില്ല. ഞങ്ങൾക്ക് കിടന്ന ഉറക്കം വരില്ല. സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. അമൃതമോള് കള്ളക്കേസിൽപ്പെട്ട് പോലീസ് പിടിയിലുമായി. ഇനി എങ്ങനെയെങ്കിലും അവളെ പുറത്തിറക്കുക എന്നത് മാത്രമാണ് നമ്മളെ മുമ്പിലുള്ള ലക്ഷ്യം. വിവേക് ഏർപ്പാടാക്കിയ വക്കീല് നാളെ അമൃതേച്ചിക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകും. ജാമ്യത്തിന് വേണ്ട അപേക്ഷകൾ സമർപ്പിക്കും. അമൃതയ്ക്ക് വേണ്ടി നാളെ കോടതിയിൽ ഹാജരാവുന്നതേ വിവേക് ഏർപ്പാടാക്കിയ വക്കീലല്ല. ഞാൻ ഏർപ്പാടാക്കിയ സുധീർ ബോസ് എന്ന മിടുക്കനായ സുപ്രീം കോടതിയിലെ വക്കീല നാളെ അമൃതയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരാവാൻ പോകുന്നത്. അമൃത അടുത്ത കൊടി ചാടിക്കാനുള്ള പുറപ്പാടാണെന്ന് തോന്നുന്നു. ഉറപ്പായും അമൃതയ്ക്ക് നാളെ തന്നെ ജാമ്യം കിട്ടും. ഒരു സ്ത്രീ എന്ന പരിഗണന കോടതി എന്തായാലും അവൾക്ക് കൊടുക്കും. പിന്നെ സുധീർ ബോസിനെ പോലെ പ്രഗത്ഭനായ ഒരു വക്കീല് ഹാജരാവുമ്പോ സ്വാഭാവികമായും അതിന്റെ മെറിറ്റും കൂടി ഉണ്ടാവുമെന്ന് കൂട്ടിക്കോ. ഞങ്ങൾക്ക് ആ വക്കീലിന്റെ സഹായം ആവശ്യമില്ല. എന്താ മോളെ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നേ? നമുക്ക് നമ്മുടെ അമൃതമോളെ പുറത്തിറക്കണ്ടേ? നാളെ മജിസ്ട്രേറ്റ് അവളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയോ പോലീസ് കസ്റ്റഡിയിൽ വിടുകയോ ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? ഞങ്ങളുടെ ചേച്ചി ഞങ്ങൾ രക്ഷിച്ചോളാം. അതിനുള്ള കാര്യപ്രാപ്തിയൊക്കെ ഞങ്ങൾക്കുണ്ട്. മക്കളെ, നിങ്ങളുടെയൊക്കെ സങ്കടവും വിഷമവും ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അമൃത അവൾ എന്റെ മോളാ. എനിക്ക് പിറക്കാതെ പോയ എന്റെ മോള്. അവളെ ജയിലിലേക്ക് പറഞ്ഞു വിടാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അതുകൊണ്ടാ ഇല്ലാത്ത കാശുണ്ടാക്കി അത്രയും വലിയൊരു വക്കീലിനെ ഡൽഹിയിൽ നിന്ന് വരുത്തിയത്. നിങ്ങൾ ഈ കലയമ്മ ചെയ്യുന്ന സഹായമൊന്നും വേണ്ടെന്ന് വെക്കരുത്. ഇവിടുത്തെ ഏതെങ്കിലും ഒരു ലോക്കൽ വക്കീൽ വിചാരിച്ച അമൃതയെ പുറത്തിറക്കാൻ പറ്റില്ല. നിങ്ങൾ ഇപ്പൊ ഈ കാണിക്കുന്ന വാശി കാരണം നാളെ ബുദ്ധിമുട്ടാൻ പോകുന്നതേ നമ്മുടെ അമൃതമോളാ. അക്കാര്യം മറക്കണ്ട. ഈശ്വര, നാളെ അമൃതയെ റിമാൻഡ് ചെയ്ത് വനിതാ ജയിലിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ആ കാഴ്ച അതെനിക്ക് ഓർക്കാൻ കൂടെ പറ്റുന്നില്ല. നിർത്തടി നിന്റെ മുതല കണ്ണീര്. പഞ്ചരത്നങ്ങളുടെ രക്ഷകയാവാനേ ഇനി നീ വരണ്ട. നീ ഒരു ആസ്ഥാന കള്ളനാണയമാണെന്ന് ഈ കുഞ്ഞുങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അമൃത ഇപ്പൊ ചെയ്തു എന്ന് പറയുന്ന കുറ്റം സത്യത്തിൽ നീയും നിന്റെ അനിയനും കൂടി ചെയ്തതാ. എന്റെ ചന്ദ്രേട്ടനെ അപായപ്പെടുത്തിയത് നീയും മഹേന്ദ്രൻ കൂടിയാ. ശ്യാമളെ, നീ എന്തൊക്കെയാ ഈ പറയുന്നേ? ചന്ദ്രൻ ഞാൻ ഇല്ലാതാക്കിയെന്നോ? എനിക്കതിന് കഴിയുമോ? നിന്റെയും മഹേന്ദ്രന്റെയും കള്ളത്തരങ്ങൾ മുഴുവൻ ചന്ദ്രേട്ടൻ എന്നെ അറിയിച്ചിരുന്നു. അത് സമയാസമയത്തെ ഞാൻ അമൃതയെ അറിയിച്ചു. നിന്റെ രഹസ്യങ്ങൾ ചോർത്തി നൽകുന്നതിന്റെ പേരില
നീ ചന്ദ്രേട്ടനെ കൊന്നത്. ദേ, അനാവശ്യം പറയരുത്. നിനക്ക് നാക്കിന് എല്ലില്ലെന്ന് കരുതി എന്ത് പിടിവായത്തരം വിളിച്ചു പറയരുത്. ഇനി ഒന്നും എനിക്ക് ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല കലാവതി. എല്ലാ സത്യങ്ങളും എല്ലാവരും അറിയട്ടെ. അംബികയുടെ മകൻ സുമേഷിന്റെയും ദിവ്യപ്രഭയുടെയും കല്യാണത്തിന് മുൻപ് ഇവിടെ സ്വർണത്തിൽ തിരിമറി നടന്നുവെന്ന് ചന്ദ്രേട്ടൻ പറഞ്ഞാ ഞാൻ അറിഞ്ഞത്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഫെബ്രുവരി 15 ശനിയാഴ്ച ആരംഭിക്കുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.